ഒരാൾ അധ്വാനിച്ചാൽ മലയാള സിനിമയിൽ എവിടെ വരെ എത്തിച്ചേരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ജോജു. പിന്നെ ജോജുന്റെ അതിനേക്കാൾ ഞാൻ പറഞ്ഞു അധ്വാനിച്ചാൽ എന്നുള്ള വാക്ക് വിടുന്നത്, നിങ്ങൾക്ക് അത്രയും നേരം നിൽക്കാനുള്ള ക്ഷമയുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഞാനിത് നേടിയിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റും? അധ്വാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അവൻ 6 പാക്ക് അടിച്ച അവന്റെ ഇത് മാറ്റുന്നുണ്ടോ? ഫിസിക് മാറ്റിയിട്ടുണ്ടോ? ഇതില്ല. പക്ഷെ അതല്ല എന്റെ കൺവിക്ഷൻ ഉണ്ടല്ലോ. എനിക്ക് ഇതാവാം. ഞാൻ സെവൻസിൽ പോകുമ്പോൾ എന്റെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കും. ഇതിലൊക്കെ മുമ്പ് എനിക്ക് ജോജുവിനെ എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ് കേട്ടോ. ജോജു ബിജുമേനന്റെ സൗണ്ട് എടുക്കുമല്ലോ, അങ്ങനെ എന്നെ പരിചയമുള്ള ആളാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ തൊട്ട് ഉള്ള അടുപ്പമുണ്ട്. പിന്നെ അവിടെ വരുമ്പോ നമ്മൾ യാത്രകൾ ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ജോജു പണ്ട് നമ്മള് സെവൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോജുവിനെ നമ്മുടെ ക്രിക്കറ്റിന്റെ ഗ്രൂപ്പ് ഇതൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് യാത്രയും ദുബായിലെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ട്. അപ്പൊ അന്ന് നമ്മൾ പറയണം, ജോജു എടാ നീ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ നമ്മളെയൊക്കെ മറക്കുവോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എന്താണ് ഇതിന് നീ അങ്ങനെ ചോദിക്കണേ? ഞാൻ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവോ? നീ അറിയണ്ടേത് എന്ന് പറഞ്ഞത് നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ ആണ്. ലാലേട്ടൻ, മമ്മൂക്ക അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ പോലെ എഴുതുന്നുണ്ട് ആളുകൾ. അങ്ങനെയല്ല, പലപ്പോഴും ഇപ്പൊ നമുക്ക് ചിലരുണ്ടല്ലോ, നമ്മൾ ഇയാൾ ഇടിച്ചാൽ നമ്മൾ വിശ്വസിക്കും എന്ന് പറയുന്ന സാധനം കിട്ടിയിരിക്കുന്ന ആളാണ്. ജോജുവിന്റെ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. ജോജു വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള മാസീവ് പ്രസൻസ് ഉണ്ട്, ഒരു മാസീവ് പ്രസൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇത് ത്രൂ ദ ഇയേഴ്സ് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നില്ലെന്നാണോ? ഒരു രാജാതിരാജ വേണ്ടി വന്ന് നമുക്ക് തിരിച്ചറിയാൻ ജോജുനിത അതൊരു ടൈമാണ്. എനിക്ക് എന്റെ ഇത് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇത് ഇത് പ്രതീക്ഷിച്ചിരിക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വെട്ടവും റൺവേയും നിൽക്കുന്ന സമയത്ത് ഞാനിത് ചിന്തിച്ചു വേണ്ട സിനിമ മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചത് ഞാൻ ദുബായ് പോകില്ലല്ലോ. എന്റെ വീട്ടുകാരുടെ പ്രഷറും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് സിനിമ മതി. പക്ഷേ എടാ ജോലി വേണ്ടേ എന്ന അമ്മാവന്മാരും അമ്മയൊക്കെ പറയുമ്പോ നമുക്ക് പോണ്ടി വരും. നമ്മൾ ആ രീതിയിൽ വിടും. സത്യമാണ് അവർ പറയുന്നെന്ന് വിശ്വസിക്കും. പക്ഷേ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ജോജുവിന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും എടാ ഇത് കളിച്ചു നിൽക്കരുത്. അമ്മയും പിള്ളേരും ഉണ്ട്, ജോജുവിന്റെ വൈഫും മക്കളും ഉണ്ട്. അപ്പോ അവനത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടാളെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഹി വാസ് കൺവിൻസ്ഡ് വിത്ത് സിനിമ. ഞാൻ സിനിമയിൽ ആളാവും എന്നുള്ള ചിന്തയാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അബയെ പോലെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള, ജോജുവിനെ പോലെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയും വേണം. അതിന് ചുറ്റുമുള്ള സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടാവണം. ഒക്കെയുണ്ട്. അത് ഞാൻ പ്രശാന്ത് അലക്സാണ്ടറിനോട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ കടവും കടത്തിന്റെ മേലെ കടം ഉണ്ടായാലും ഒരു 5000 രൂപ എവിടെന്നെങ്കിലും മറിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഓഡീഷൻ ഉണ്ടെങ്കിൽ പുള്ളി പോവായിരുന്നു. സത്യം. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു സമയത്ത് ഇതൊരു വട്ടാണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞു. ഞാൻ ആ സമയത്ത് ജോജുന് ഇത്രയും കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഉള്ളിൽ കോൺഫിഡൻസ് ലെവൻ ഒരു വലിയ നടനാവും എന്നുള്ളത്. ഇപ്പം സെവൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല ജോജുന് ഇത്രയും വലിയൊരു നടനാവുള്ള. നമുക്ക് തോന്നണമല്ലോ നമുക്ക് ചുറ്റും നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഭയങ്കര റോങ് റീഡിംഗ് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് ഒരാളെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു ടേൺ വരും. ഞാൻ പറഞ്ഞത് സുരാജ് ചേട്ടന് എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് കൂടിയാണുള്ളത്. സുരാജ് ചേട്ടന് ഇത് ചെയ്യാമെന്ന് അറിയാൻ അതിന് മുമ്പ് സുരാജ് ചേട്ടൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചു. പക്ഷെ മലയാളിക്ക് അത് കൺവിൻസ് ആവാനായിട്ട് ആക്ഷൻ ഹീറോ ബിജു വേണ്ടി വന്നു. അത് പേരറിയാത്തവര് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ മലയാളിക്ക് അത് കൺവിൻസ് ആയതോടുകൂടി പിന്നെ സുരാജ് ചേട്ടനെ ആ ക്യാരക്ടേഴ്സിൽ പ്ലേസ് ചെയ്യാം. ഒരു സീനാണ്, ഒറ്റ സീൻ. ഇത് മതി. ഞാൻ പറഞ്ഞ ആ സീൻ നിങ്ങളെ ലൈഫ് ഡിഫൈൻ ചെയ്യും. പക്ഷെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത്. ഇപ്പൊ എന്നോട് ജഗദീശ്വരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉദയനാണ് താരത്തില് സലീം കുമാറിന്റെ ഒരു വേഷം ഉണ്ടല്ലോ, അത് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ജഗദീശ്വരൻ. അങ്ങനത്തെ റോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇന്നിപ്പോ ജഗദീശ്വരൻ റേഞ്ച് മാറി, അത് വേറെ കാര്യമാണ്. അങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് അതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ച സമയങ്ങളുണ്ട്. എല്ലാ സിനിമയും എല്ലാം കാണുമ്പോ അല്ലാതെ ഞാൻ പറഞ്ഞ ആസ് എൻ ആക്ടർ ഓൾവേസ് ഞാൻ ആരൊക്കെ ഇതല്ലെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് ആയിരിക്കും. ഞാൻ പലപ്പോഴും കാണുമ്പോൾ നമ്മളിത് പോയിച്ചൊന്നും ചെയ്യും. നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞത് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന കൈനറ്റിക് കൊണ്ടാണ് ഇവരെ നമ്മൾ ഓടിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ സിനിമ ഇൻസ്പയർ ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ ഓരോ ഇതും കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറായിട്ടല്ലേ നമ്മൾ ചെയ്തു നോക്കുന്നത്. നമ്മുടെ ഇത് ഞാൻ പറഞ്ഞത് എല്ലാത്തിലും നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. ജെയിംസ് ബോണ്ട് ആണെന്നൊരു ആഗ്രഹം ഉണ്ടാവും.
റൺവേയിൽ പരമശിവൻ ഒരു ചേട്ടൻ ഫിഗർ ആണല്ലോ ജോണിക്ക്. അതുപോലെ തന്നെയാണോ അദ്ദേഹം റിയൽ ലൈഫിലും മിഥുന്? 100%. ഞാൻ ദിലീപേട്ടനെ എല്ലാവർക്കും 1000 ഇതുണ്ടാവും. ആസ് എ പേഴ്സൺ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഇൻ എ പ്രോബ്ലം ഹി വിൽ ബി ദേർ. നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. വിളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സഹായത്തിനുണ്ടെങ്കിൽ ഉണ്ടാവും. ആൻഡ് അതിൽ ഒരു അംശം റെക്കഗ്നിഷൻ അങ്ങനെ ആഗ്രഹിക്കില്ല. തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്നില്ല അദ്ദേഹത്തിന്, അങ്ങനെ ഒരു ആഗ്രഹമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ എന്റെ അനുഭവം അതാണ്. തിരിച്ച് ഒരു അംശം ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കാത്ത നമ്മളെ സഹായിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിലീപേട്ടൻ. അത് എന്റെ അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ 4 സിനിമ ചെയ്തിട്ടുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് അല്ലാതെയുള്ള ഇന്ററാക്ഷൻസിനും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് നമ്മളെ കൂടെ ഇരിക്കവേ തന്നെ പുള്ളി മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹനീഫിക്കയുടെ സംഭവം വന്നപ്പോ എല്ലാവരും അറിഞ്ഞു. ഇത്രയും നാള് ആ കാര്യം ആരെല്ലാം അന്വേഷിച്ചോ? ഞാൻ പറയുമ്പോ അത് ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ. നമുക്ക് മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് മറവിയാണല്ലോ. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വേദനകളിൽ ഇതിൽ നിന്നു. അപ്പോ മറവിയൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മളത് കണ്ടപ്പോ ഇത് ചെയ്തു. നമ്മള് ഇങ്ങനെ ഒരാളത് ചെയ്തിരുന്നു എന്നുള്ളതും അതിന് എല്ലായ്പ്പോഴും നമ്മള് കളക്ഷന് പോയില്ല, മനസ്സിലായില്ലേ? അതിനു വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ എല്ലാ മാസവും കൊണ്ട് പൈസ കൊടുക്കുമ്പോലും അല്ല ചെയ്തത്. അതൊക്കെ എന്ന് പറയുന്നത് ആരാ ചെയ്യാ? നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യമാണ് ഇതെല്ലാം. കാരണം വെച്ചാൽ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഷോയിനപ്പുറം അതിന്റെ ജനകീയത എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അത് കാരണം ഒരുപാട് പേർക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് നമുക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതാണല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഏറ്റവും. ഞാൻ കോമഡി ഉത്സവത്തിന്റെ കാര്യത്തിലും അത് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന മൊമെന്റ്സ് ഉണ്ട്. അതായത് നമ്മള് കാസർഗോഡുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ, അവിടെ പല ആൾക്കാരുടെ ലൈഫ് അതുവരെ നമ്മള് അവിടെ നിന്ന് കലാകാരന്മാരൊന്നും കിട്ടിയിട്ടില്ല. ഉത്സവത്തിൽ വന്ന് രതീഷ് കണ്ടടക്കം ദാസന്റെ ശബ്ദത്തിൽ പാടുന്നത്, കുഞ്ഞമ്പു ചേട്ടൻ ഫ്ലൂട്ട് വായിക്കുന്ന, അങ്ങനെ ഇത്രയും ആൾക്കാരെ നമുക്ക് പറയാൻ സാധിക്കും. അവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജീവിതം മാറിയിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഒരുപാട് പേർക്ക് പെട്ടിക്കട ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മറ്റേ ഇതില്ലാത്തതുകൊണ്ട് വണ്ടി, എന്തിന് ഒരു കുട്ടിക്ക് പഠിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് TV ഇല്ല, ഈ പരിപാടി കാണുന്ന എങ്ങനെയെന്ന് അറിയില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ആ വീട്ടിലേക്ക് TV എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഞാൻ നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൾക്കാരുടെ ലൈഫ് മാറ്റിയിട്ടുള്ള കാര്യം ഉള്ളത് കൊണ്ട് അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇതെല്ലാം നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടില്ല. അത് മിഥിലാജിന്റെ കൺവെൻഷൻ കൂടിയാണ്. മിഥിലാജിന്റെ ശ്രീകണ്ഠൻ സാറിന്റെ ഒക്കെ കൺവെൻഷനാണ്. അത് നമ്മൾ അങ്ങനെ എടുത്ത് ചെറിയ ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് അഡ്വർടൈസ് ചെയ്യരുത് എന്നുള്ളത് അവരുടെ ചിന്തയാണ്.